ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം 24-25 നമുക്ക് വായിക്കാം. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കുകയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കർത്താവ് അത് പറയാൻ ഇടയായത്, അല്ലെങ്കിൽ ആ ഒരു വാക്യം നമ്മളിവിടെ കാണുന്നത്, അതിന്റെ പശ്ചാത്തലം പെസഹ തിരുനാളിൽ യെരൂശലേമിൽ യേശു അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: പെസഹ തിരുനാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവിൻ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട് അവനെ വിശ്വസിച്ചവരായ കൂട്ടത്തെ പറ്റി കർത്താവ് എങ്ങനെയാ അവരെ കണ്ടത്? യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. കർത്താവ് രക്ഷിച്ച് സഭയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ചില നാളുകളായി, മാസങ്ങളായി ഉള്ളവരുണ്ട്. 2 വർഷം, 5 വർഷം, 10 വർഷം, 30 വർഷമായിട്ടൊക്കെ വീണ്ടും ജനിച്ച് ഈ ദൈവസഭയിലായിരിക്കുന്നവരാ, അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ വന്നു ചേർന്ന് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് വ്യക്തിപരമായിട്ട് നമുക്കൊന്ന് ശോധന ചെയ്യാം. കർത്താവ് നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മെ നോക്കി കർത്താവ് എന്താ പറയുക? കർത്താവെ, അങ്ങേക്ക് എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുമോ? ഇന്ന് കർത്താവിന്റെ ഈ സ്നേഹത്തിന്റെ ഓർമ്മ നമ്മൾ കർത്തൃമേശയിലൂടെ നമ്മൾ ഓർക്കുമ്പോൾ, കർത്താവിന്റെ മരണം നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന് നമ്മളെ വീണ്ടെടുത്ത ആ സ്നേഹത്തെ നമ്മൾ ഇന്ന് വാഴ്ത്തി സ്തുതിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം: കർത്താവേ, അങ്ങേ എന്നിലൂടെ വെളിപ്പെടുത്താനായിട്ട് അങ്ങേക്ക് കഴിയുമോ? അതോ എന്നിലുള്ളത് എന്തെന്ന് അതിന് ഞാൻ യോഗ്യനല്ലെങ്കിൽ കർത്താവെ എന്നെ കാണിച്ചു തരണേ എന്നൊരു ആഗ്രഹം. ഞാൻ പറയുന്നത് വളരെ വളരെ ഗൗരവത്തോടെ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം വർഷങ്ങളായിട്ടും ആത്മീയമായിട്ട് ആ നിലയിൽ വളരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പല മേഖലകളിലും കർത്താവിന് നമ്മെ ആ നിലയിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇത് നമ്മൾ ശോധന ചെയ്യുമ്പോൾ, നമ്മൾ സ്വയം വിലയിരുത്തുമ്പോൾ എന്നെ വളരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ഞാൻ കേട്ടിരിക്കുന്ന വചനം, എങ്ങനെയാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്? മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് ആ അന്ത്യത്താഴത്തിന്റെ സമയത്ത് 18-ാം വാക്യം, 14-18, അവൻ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങൾ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 19-ാം വാക്യം വളരെ അത്ഭുതപ്പെടുന്ന ഒരു വാക്യമാണ്. അത് ഇങ്ങനെ വായിക്കാം: അവർ ദുഃഖിച്ചു, ഓരോരുത്തൻ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. 12 ശിഷ്യന്മാരിൽ യൂദാസ് ഒഴിച്ച 11 പേർക്കും സ്വപ്നത്തിൽ പോലും തങ്ങളുടെ ഗുരുവിനെ തള്ളിപ്പറയാൻ ചിന്തിച്ചിട്ടേയില്ലാത്ത ശിഷ്യന്മാരാ. എങ്കിലും നോക്ക്, കർത്താവ് അത് പറഞ്ഞപ്പോ എത്ര അവർ ഭയന്നു പോയി. അവരെത്രമാത്രം ആത്മാർത്ഥതയോടാണ് കർത്താവെ ഞാനാണോ നോക്ക്. അവരിൽ തന്നെത്താനുള്ള ബലമില്ല. ഒരുപക്ഷെ അത് ഞാനായിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം നമ്മൾ ശോധന ചെയ്യുമ്പോൾ ഈ ഒരു മനോഭാവം, ഈ ഒരു താഴ്മയുടെ മനോഭാവം നമുക്കുണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമുക്ക് ഈ ഒരു ആത്മാവിൽ നമുക്ക് ഇന്ന് നമ്മൾ എടുത്ത ഈ വചനത്തെ കൂടുതലായിട്ട് ചിന്തിക്കാം. നമ്മൾ മനുഷ്യരിൽ അങ്ങ് തന്നെ വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്ന് പറയുന്നിടത്ത് കർത്താവിനെ പറ്റി എന്താ പറയുന്നത്? കർത്താവിനെ പറ്റി പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില്
നമ്മളിങ്ങനെ വായിക്കുന്നു, 3-ാം വാക്യം, പിതാവും സകലതും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും അറിഞ്ഞിരിക്കെ. നമുക്ക് അവിടെ എന്താ പറയുന്നത്? പിതാവ് സകലവും പുത്രനെ ഏൽപ്പിക്കാൻ, പിതാവിന് വിശ്വസിച്ചേൽപ്പിക്കാൻ പിതാവിന് കഴിഞ്ഞു. നമ്മൾ ആ കർത്താവിനെ പിൻപറ്റുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് മറ്റൊരു വാക്യം, നമ്മൾ പല വാക്യങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. മത്തായി 11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സമാനമായിട്ട് നമ്മൾ വായിക്കുന്നത് 11:27, എന്റെ പിതാവ് സകലവും എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഒരു വാക്യവാ, പക്ഷെ അത് കർത്താവിലെ ഏൽപ്പിച്ചിരിക്കുന്ന പിതാവിന്റെ സമ്പൂർണ്ണ ഹിതം മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചൊരു പിതാവ്. ഈ ഒരു വെളിച്ചത്തിൽ നമുക്ക് നമ്മളെ തന്നെ വീണ്ടും നോക്കാം. എങ്ങനെയാണ് പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത്? എന്തിനു വേണ്ടിയാ? അത് യോഹന്നാൻ 1:18 നമ്മൾ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. നമ്മുടെയൊക്കെ ഏത് നിലയിലാണ് നമുക്ക് ഏൽപ്പിച്ചു തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ കുടുംബ ജീവിതത്തിലൂടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ഒക്കെ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന, കർത്താവിന്റെ തേജസ്, കർത്താവ് മഹത്വം എടുക്കുന്ന, എൻ്റെ ജീവിതം നോക്കി കർത്താവ് ഇവര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നിലയിൽ കർത്താവിന് നമ്മളെ ഏൽപ്പിച്ചു തരണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. യോഹന്നാൻ 3:35 ഒരു വാക്യം കൂടെ, ഇത് സമാനമായ വാക്യങ്ങളെങ്കിലും നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ വാക്യങ്ങൾ ചിന്തിക്കുന്നത്. 3:35, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. നമുക്കറിയാം, ചില വീടുകളിൽ നമുക്ക് 4-5 മക്കളുള്ള ഭവനങ്ങളിലൊക്കെ ചിലപ്പോൾ അപ്പനോ അമ്മയ്ക്കോ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ചിലപ്പോൾ ഒരുവനായിരിക്കും കൂടുതൽ, ഒരുവനെ ആയിരിക്കും ആശ്രയിക്കുന്നത്. മൂത്ത മകനാണോന്നില്ല, അവർക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു മകൻ. ബാക്കി മക്കളൊക്കെ 4-5 പേർ, ഒരാൾക്ക് ക്രിക്കറ്റ് ആയിരിക്കും താല്പര്യം, ഒരാൾക്ക് സ്വന്തം ജോലിയായിരിക്കും, സ്വന്തം കുടുംബമായിരിക്കാം. പക്ഷേ പിതാവിന്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ താല്പര്യമുള്ള ചില ഭവനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരെയും ഒരുപോലെ ആ നിലയിൽ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്നില്ല ഭവനങ്ങളിൽ പോലും. കർത്താവിനും അങ്ങനെ ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്, നമുക്കറിയാം അല്ലേ? കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, ദൈവം കൊടുത്തതാണ്. അപ്പോൾ തന്നെ അവരിലും ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു, നമുക്കറിയാം. പത്രോസ്, യോഹന്നാൻ, ജെയിംസ്. കർത്താവിനെ വിശ്വസിച്ചേൽപ്പിക്കുവാൻ, തൻ്റെ ഏറ്റവും സ്വകാര്യമായ ആ കാര്യങ്ങൾ പോലും മറച്ചു വെക്കാതെ, നമുക്കറിയാം മഹതീകരണം അല്ലെങ്കിൽ തേജസ്കരണത്തിന്റെ ആ ഒരു മലയിലെ അനുഭവം ഒക്കെ എല്ലാവരെയും അല്ല കർത്താവ് കാണിച്ചു കൊടുത്തത്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നു. നമുക്ക് ഫിലിപ്പി ലേഖനത്തില് നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തില് പൗലോസ് എഴുതുമ്പോൾ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെ പറ്റി പറയുമ്പോൾ 2:20, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. തിമോത്തിയോസിനെ പറ്റി അതിന് മുമ്പിലത്തെ വചനം അങ്ങനെയാ വായിക്കുന്നത്, ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ ഒരു റീസൺ പറയുന്നത് ഇതാണ്: യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം. നമുക്ക് ഒത്തിരി വിശ്വാസികളുണ്ട്, പൗലോസിന് ധാരാളം ശിഷ്യന്മാരുണ്ട്, ശിഷ്യഗണമുണ്ട്. പക്ഷേ കർത്താവിന്റെ കാര്യത്തിൽ പൂർണ്ണമായും ജാഗരിക്കുവാൻ, അർപ്പിക്കുവാനായിട്ട് തിമോത്തിയോസിനെ പോലെ തനിക്ക് തുല്യചിത്തനായിട്ട് ആരെയും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചും അങ്ങനെ ഒരു കാര്യമുണ്ടോ? നമുക്കെല്ലാം
സ്വയകേന്ദ്രീകൃതമായ ഒരു നമ്മളെല്ലാം വിശ്വാസികളാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം ഈ വിശ്വാസം എല്ലാം വെച്ചുകൊണ്ട് കർത്താവിന്റെ ജീവിതത്തിന്റെ നാഥൻ എന്നൊക്കെ പറയുമ്പോഴും നാം വളർന്നു വന്ന ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നാം ബാല്യം മുതൽ ആർജിച്ച ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയ ഒരു മനസ്സാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് കർത്താവ് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ എന്താ? ദൈവവിശ്വാസമുണ്ട്, പക്ഷേ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം നമുക്ക് ജസ്റ്റ് നോക്കാം. 15-ാം അധ്യായത്തിൽ വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ 19-ാം വാക്യം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങൾക്കായി മാത്രം കർത്താവിനെ വിശ്വസിക്കുന്നു. കർത്താവ് നിത്യതയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം ഉണ്ട്, രക്ഷ നേടിത്തന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മളുടെ ചിന്തകളുമൊക്കെ വളരെ പരിമിതപ്പെടുത്തി ഈ ലോകത്തിലേക്ക് മാത്രം നമ്മൾ കർത്താവിനെ അങ്ങ് ലിമിറ്റ് ചെയ്യാം. അത് സ്വയം കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നവീകരിക്കപ്പെടാത്ത മനസ്സ്, പുതുക്കപ്പെടാത്ത മനസ്സ്, ഈ ലോകത്തിന്റെ മൂല്യബോധങ്ങളുമായിട്ട് ജീവിക്കുന്ന വിശ്വാസികൾ ഇന്ന് അനേകമാണ്. തന്റെ തന്നെ ഒരു സ്വയം നീതി വെച്ച് വിശ്വാസിയാ, സഭയിൽ വർഷങ്ങളായിട്ടിരിക്കുന്നു, പക്ഷേ തന്റെ മനസ്സാക്ഷി, ആ മനസ്സ് പുതുക്കിയിട്ടില്ല. മനസ്സാക്ഷി താൻ ചിന്തിക്കുന്ന നിലയിലാണ് ഈ വിശ്വാസത്തെ, സഭയെ, മറ്റ് സഹോദരങ്ങളെയൊക്കെ നമ്മൾ കാണുക. അതുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ വളരെ ആവശ്യമായ ഒരു കാര്യമായിട്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, അല്ലെങ്കിൽ ഈ മനസ്സാക്ഷിയെ നിർമ്മല മനസ്സാക്ഷിയാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിൽ അതിനെ വിളിക്കുന്നത് നമ്മുടേതായ മനസ്സാക്ഷിയിൽ ജീവിക്കുന്നതിനെ പറ്റി ഈവിൾ കോൺഷ്യൻസ്, ദുഷ്ട മനസ്സാക്ഷി, ഈവിൾ കോൺഷ്യൻസ്. ആ മനസ്സാക്ഷി മാറി പൗലോസ് ആവർത്തിച്ച് പറയുന്ന പോലെ നല്ല മനസ്സാക്ഷി, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺഷ്യൻസ്, ശുദ്ധ മനസ്സാക്ഷി. നമുക്ക് അതിനെല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇതാ. നമുക്ക് എബ്രായ ലേഖനം 10:22, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. എന്താ മാറിപ്പോകേണ്ടത്? നമ്മൾ വിശ്വാസികളുടെ ഏറ്റവും ഘനമേറിയ പാകതയുള്ള ആ യഹൂദ വിശ്വാസികളോട്, കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരായ സമൂഹത്തോട് ഇതാ എബ്രായ ലേഖനകാരൻ പറയുന്നു, നാം ദുർമനസാക്ഷി നീങ്ങണം. അതിനായിട്ട് കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെടണം, ദൈവവചനത്താൽ കഴുകപ്പെടണം. അപ്പം ദൈവവചനത്തിലൂടെ നമ്മളുടെ മനസ്സിനെ ആ ഒരു പുതുക്കിയെടുക്കേണ്ട, നവീകരിക്കേണ്ട ഒരു ആവശ്യകത വിശ്വാസത്തിൽ നിലനിൽക്കാൻ വളരെ ആവശ്യമാണ് എന്ന് നമ്മൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ ഈ ഒരു മനസാക്ഷിയുടെ ഒരു സാക്ഷ്യത്തെ പറ്റി പറയുന്നു. എ ടെസ്റ്റിമണി ഓഫ് കോൺഷ്യൻസ്. 2 കൊരിന്ത്യർ ലേഖനം, ഞാൻ ഇംഗ്ലീഷിൽ തുടക്കത്തിൽ വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1:12 ഇങ്ങനെ വായിക്കുന്നു, ദ ടെസ്റ്റിമണി ഓഫ് അവർ കോൺഷ്യൻസ്, മനസാക്ഷിയുടെ ഒരു സാക്ഷ്യം. അത് വായിക്കുന്ന എങ്ങനെയാണ്? ദാറ്റ് ഇൻ ഹോളിനെസ് ആൻഡ് ഗോഡ്ലി സിൻസിയറിറ്റി, നോട്ട് ഇൻ ഫ്ലഷ്ലി വിസ്ഡം ബട്ട് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്, വി ഹാവ് കണ്ടക്ടഡ് അവേഴ്സെൽസ് ഇൻ ദ വേൾഡ് ആൻഡ് എസ്പെഷ്യലി ടുവേർഡ്സ് യു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇതാണ്, എൻ്റെ മനസാക്ഷിയുടെ ഒരു സാക്ഷ്യം ഇതാ, ഞാൻ സൂക്ഷിക്കുന്ന മനസാക്ഷി ഇതാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ എൻ്റെതായ ഒരു മനസാക്ഷി വെച്ചല്ല നിങ്ങളുടെ അടുക്കൽ നീങ്ങിയത്, മറിച്ച് ദൈവകൃപയിൽ ദൈവം നൽകുന്ന ആ നവീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട, ആ നിർമ്മലമായ ഒരു മനസാക്ഷിയോടെയാണ് ഞാൻ പെരുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് തൻ്റെ മനസാക്ഷിയെ പറ്റി ഒരു സാക്ഷ്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കറിയാം, ഈ റോമാലേഖനത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം വളരെ വളരെ ക്രമത്തിൽ രക്ഷയെക്കുറിച്ചും
തേജസ്കരണം വരെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമുക്ക് പ്രായോഗിക ജീവിതത്തിലേക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ലേഖനമാണ്. അതിൻ്റെ ആദ്യ ഭാഗമൊക്കെ നമുക്കറിയാം. ആദ്യ ഭാഗം ഹൃദയം ഇരുണ്ടുപോയ ആ ഒരു കൂട്ടം. ദൈവം പ്രപഞ്ചത്തിൽ നിന്നൊക്കെ ദൈവം നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും കാണാതെ ഹൃദയം ഇരുണ്ടുപോയിട്ട്, മനസാക്ഷി ഇരുണ്ടുപോയി, ആ വിഗ്രഹങ്ങളുടെ ഒക്കെ അടുക്കൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്ന കൂട്ടർ. രണ്ടാമതൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണമുള്ള ഒരു കൂട്ടർ. പിന്നെ പറയുന്നു ന്യായപ്രമാണം ഇല്ലാത്തൊരു കൂട്ടർ. അത് പറയാനായിട്ടാണ് താല്പര്യം. 2:14-15 ഇങ്ങനെയാണ് വായിക്കുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷിയുടെ കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ അത് വെളിപ്പെടും. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഞാൻ ചുരുക്കമായിട്ട് പറയാം. അതായത് ദൈവവിശ്വാസമൊന്നുമില്ല, ന്യായപ്രമാണത്തെ പറ്റിയും വിവരമൊന്നുമില്ല, പക്ഷേ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, തൻ്റെതായ മനസാക്ഷിയിൽ, വളരെ സ്പർശ്യതയുള്ള മനസാക്ഷിയിൽ, തെറ്റും ശരിയും ഒക്കെ തിരിച്ചറിയാവുന്ന മനസാക്ഷിയിൽ ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വായിക്കുമ്പോൾ ഓർക്കും അതെല്ലാം അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടും, അവസാന ദിവസം അവർ രക്ഷിക്കപ്പെടുന്നത് കാണുമെന്ന അല്ല. അത് തുടർന്ന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു. ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിലവാരത്തിന്റെ മുമ്പിൽ മനുഷ്യന്റെ ഏറ്റവും സ്പർശ്യതയുള്ള വിശുദ്ധമായ ചിന്തകളും പ്രവൃത്തികളും നമ്മളെ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ കറ പുരണ്ട തുണി പോലെയാ. നമ്മുടെ ഇന്ന് നമ്മൾ പാടിയപ്പോൾ സന്തോഷ് അത് പറഞ്ഞല്ലോ, നമ്മുടെ അവസാന ദിവസം വരെ കർത്താവിന്റെ രക്തത്തിന്റെ യോഗ്യതയിലല്ലാതെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയില്ല. കർത്താവ് തന്നെയാണ് വിശദീകരിക്കുന്നത്. കർത്താവ് തന്നെയാണ് നമ്മുടെ ഹൃദയത്തെ തന്റെ പരിശുദ്ധാത്മാവിലൂടെ നവീകരിക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ഉദാഹരണങ്ങൾ, 1-2 ഉദാഹരണങ്ങൾ നോക്കാം. ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എബ്രായ ലേഖനത്തിൽ ഒരു ഭാഗം വായിക്കാം. അവിടെ മോശയെ പറ്റി നമ്മൾ വായിക്കുന്നു. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ മോശയെ പറ്റി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 24-25 ഒക്കെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 11-24-25-26. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടു കൂടെയുള്ള കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോയുടെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. നമ്മൾ നോക്കുമ്പോൾ എത്ര നമുക്കിന്നത് ചെയ്യാൻ കഴിയുമോ? മോശയെ ഇവിടെ ഒരു ജീവിതത്തെ നമുക്ക് അനുഗമിക്കാൻ ഈ നിലയിൽ ഇന്ന് പുതിയ നിയമത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന നമുക്ക് സാധിക്കുമോ? ഇത് 40 വയസ്സുള്ള മോശയെ പറ്റി എഴുതിയിരിക്കുന്നത്, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ കർത്താവ് ഈ 40 വയസ്സുള്ള മോശയെ നോക്കി എന്താ പറഞ്ഞേ? എന്നെ ഏൽപ്പിച്ചു തരാൻ എനിക്ക് കഴിയില്ല, എനിക്ക് നിന്നിൽ എന്നെ വെളിപ്പെടുത്താൻ കഴിയുകയില്ല. ഈ ഒരു സീൽ, ഈ ഒരു തീഷ്ണത, നീ എത്ര വലിയ കാര്യമാണ്. നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്ത ഒരു വ്യക്തിയെ പറ്റി കർത്താവ് പറയുന്നു, ഇറ്റ്സ് നോട്ട് ദ ടൈം, ഇറ്റ്സ് നോട്ട് ദ ടൈം. പ്രിയപ്പെട്ടവരെ, 40 വർഷം അവിടെ നിന്ന് നമുക്കറിയാം. കാരണം ആ തീഷ്ണതയിൽ എന്താണ് മോശ, തന്റെ സ്വയം തീഷ്ണതയിൽ മോശ ചെയ്തത് എന്താണ്? ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്നു. തന്റെ ജനത്തെ, തന്റെ സഹോദരന്മാരെ ഉപദ്രവിച്ചൊരു മിസ്രയീമിനെ ആരും കാണാതെ അടിച്ചു കൊന്ന് അവനെ മണലിൽ താത്തി. പിറ്റേ ദിവസം തന്റെ ജനത്തിൽ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അവിടെ മധ്യസ്ഥനായിട്ട് കടന്നു ചെന്നു. അവിടെ നിന്ന് എന്താ സംഭവിച്ചേ? അവര് മോശയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ താൻ പിടിക്കപ്പെടുമെന്ന് കണ്ട് താൻ മിദ്യാനിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു ജാതീയനായ മിദ്യാന്യനായ പുരോഹിതന്റെ ഭവനത്തിൽ അവിടെ ദൈവം അവരെ കൊണ്ടെത്തിച്ചു. അവിടെ 7 സ്ത്രീകള് മക്കളായിട്ട്, ഇത്ര പുരോഹിതന് 7 മക്കളാ സ്ത്രീകൾ. അവരുടെ ഇടയിൽ
ഒരുവനായിട്ട് അവളുടെ ഒരു മകളെ വിവാഹം കഴിച്ച്, സിപ്പോറയെ വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളെ ഈ വലിയ വിശ്വാസവീരന് ദൈവം നൽകിയ ആ ഒരു 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 കർത്താവ് കൽപ്പന കൊടുത്ത ശേഷവും പരിച്ഛേദന ചെയ്യാനായിട്ട് കഴിയാത്ത വിധം താൻ അത്രമാത്രം ബലഹീനനായി. 40 വർഷം കൊണ്ട് തൻ്റെ മിദ്യാനിൽ അന്നത്തെ മിസ്രൈമിലെ എല്ലാ അഭ്യാസങ്ങളും ഒക്കെ കർത്താവ് അൺവൈൻഡ് ചെയ്ത് 80 വയസ്സിൽ കർത്താവ് മോശയെ സന്ധിക്കുക. എന്നിട്ട് പറഞ്ഞു, നൗ യു ആർ റെഡി, ഇപ്പൊ നീ തയ്യാറാണ്. ഇതൊരു ഉദാഹരണം. നമ്മുടെ ഈ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുപിടിച്ച് കർത്താവിന് വേണ്ടി എരിവോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വിശുദ്ധമായ കാര്യങ്ങളല്ലേ വായിച്ചത്. ഇതാ 11-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ മോശയെ അവിടെ കാണുന്നു നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. നമുക്ക് ഇയ്യോബിന്റെ ജീവിതം എത്ര സ്പശ്യതയുള്ള ജീവിതമാണ്. നമുക്കത് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. 1-ാം അധ്യായത്തിൽ ഇയ്യോബ് തൻ്റെ 10 മക്കൾ, അതിൽ 7 ആൺമക്കളും 3 പെൺകുട്ടികൾ, ഒരു നിഷ്കളങ്കനായി ജീവിച്ചൊരു മനുഷ്യൻ, വളരെ സ്പശ്യതയുള്ള മനസാക്ഷി. നമ്മൾ അതെങ്ങനെ വായിക്കുന്നത്? 1:5 ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ മക്കൾ ആൺമക്കളൊക്കെ അവളുടെ പെരുന്നാൾ അല്ലെങ്കിൽ അവളുടെ ബർത്ത്ഡേ ഒക്കെ ഘോഷിക്കുമ്പോൾ ഈ പെങ്ങന്മാരെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് വലിയ ആഘോഷമാണ് അവിടെ. അവരുടെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ, ഏതെങ്കിലും സഹോദരന്മാരുടെ വീടുകളിൽ കൂടി അതൊക്കെ ആഘോഷിച്ച് പിരിയുമ്പോൾ, എന്നാൽ ഇവിടെ വായിക്കുന്നു, നമ്മൾ ജോബിനെ പറ്റി വായിക്കുന്ന എങ്ങനെയാണ്? 5-ാം വാക്യം, എന്നാൽ വിരുന്ന ആളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലായ്പ്പോഴും ഇയ്യോബ് ചെയ്തു പോകുന്നു. നമുക്ക് എത്ര സ്പശ്യതയുള്ളവനാണ്. അവർ പാപം ചെയ്തില്ല, ചെയ്ത് കാണുമോ എന്ന് ഭയപ്പെട്ട് അവരുടെ എണ്ണമനുസരിച്ച് ആ ഒരു യാഗം കഴിച്ച ഒരു വിശുദ്ധനായ മനുഷ്യൻ. കർത്താവിന് അവിടെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയോ? യോബിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനായിട്ട് നമുക്കറിയാം എങ്ങനെയാണ് യോബിനെ കർത്താവ് പണിതത്. അവസാനം വരുമ്പോ തൻ്റെ മനസാക്ഷി നിർമ്മലമായൊരു മനസാക്ഷിയാ. എത്ര നിർമ്മലമായ മനസാക്ഷിയാ! അതിൽ കൂടുതലൊക്കെ ഒരു മനസാക്ഷി നമ്മൾ ആഗ്രഹിക്കുമോ? മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും നല്ല സ്വാഭാവിക മനസാക്ഷിയാ അത്. ദൈവത്തോട് ഭയം, സ്പർശ്യത. പക്ഷെ അതുകൊണ്ടും കർത്താവിന് നമ്മളെ ഏൽപ്പിച്ചു തരാൻ കഴിയുകയില്ല എന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത്. ലോകം മുഴുവൻ ഇയ്യോബിന്റെ ആ മനസാക്ഷിയെ പറ്റി അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു ആ നാട്ടിൽ. നമ്മൾ വായിക്കുന്നുണ്ട് 29-ാം അധ്യായം, നിലവിൽ അതുകൊണ്ട് പോകുന്നില്ല. 29-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എല്ലാവരും ചാടി എണീക്കുന്നു, പ്രഭുക്കന്മാർ വാപൊത്തുന്നു. അദ്ദേഹം പറഞ്ഞാലൊരു മറുവാക്കില്ല. അദ്ദേഹം അനാഥന പിതാവാണ്, വിധവകൾക്ക് സന്തോഷം കൊടുക്കുന്നവനാണ്, ആ നിലയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാണ്, പാപികളുടെ പല്ല് തെറിപ്പിക്കുന്നവനാണ്, ന്യായവിധി നടത്തുന്നവനാണ്. കർത്താവ് ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ള ഒരുവൻ. കർത്താവ് പറഞ്ഞു നോ, അല്ല. അവസാനം കർത്താവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ, ഈ ഒരു ശോധനകൾക്കെല്ലാം ശേഷം കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ എന്താ പറയുന്നത്? യോബ് പറയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നിനക്കെല്ലാം കഴിയുമെന്നും യോബ് പറയാ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മുറിച്ചു കളയുന്നവൻ ആര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാത്തവണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. യോബിന്റെ ആ പരീക്ഷയിൽ യോബ് പലപ്പോഴും തന്റെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി ദൈവത്തോട് ആ നിലയിൽ പരാതി പറയുന്ന രംഗങ്ങളെ പറ്റി ഓർത്ത് മാനസാന്തരപ്പെടുന്ന യോബ്. നമുക്ക് ഇത്ര നീതിമാനായ മനുഷ്യനെ വീണ്ടും വിശദീകരിക്കാനായിട്ട് ദൈവത്തിന് യോബിന്റെ സുഹൃത്തുക്കൾ വഴി ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. ഒന്ന് പ്രാഥമികമായിട്ട് രോഗം വഴി, അതിനേക്കാൾ ഉപരി യോബിനെ ബുദ്ധിമുട്ടിച്ചത് യോബിന്റെ 3 സുഹൃത്തുക്കളാണ്. അവര് യോബിന്റെ കഷ്ടത കേട്ട് ദൂരത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്ന് അവരെന്താ ചെയ്ത? അവരുടെ മനസാക്ഷിയിൽ അവരും തീഷ്ണതയുള്ളവരാ, ദൈവഭക്തരാ. അവരും സ്വന്തം മനസാക്ഷിയിൽ ആശ്രയിച്ച് യോബിനോട് ഉപദേശിക്കുക, ഇതെല്ലാം നിന്റെ പാപം ആണ് ഇതിൻ്റെ എല്ലാം നിമിത്തം. പക്ഷേ കർത്താവ് വന്ന കാര്യങ്ങളെല്ലാം മാറ്റുന്ന കണ്ടോ? കർത്താവ് വന്നതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നു, യോബ് മാനസാന്തരപ്പെടുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. നമ്മൾ കേൾവിയാൽ നാം ചെയ്യുന്നതെല്ലാം, കേൾവിയുടെ ഒരു അപകടം. നമ്മൾ കേൾക്കും, ദൈവവചനം കേട്ടു, നമുക്ക് അറിവ് വർദ്ധിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരം വരണമെങ്കിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. നമ്മൾ ആ സാന്നിധ്യത്തിലേക്ക്, ആ ഫെലോഷിപ്പിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ, അവിടെയാണ് പറയുന്നത്, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അതായിരുന്നു വ്യത്യാസം. ഇതുവരെ ഒരു കേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ.
ദൈവം വലിയവനാണെന്നും എല്ലാം നിയന്ത്രിക്കുന്നുവെന്നും നമ്മൾ സ്തുതിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മൾ വ്യക്തിപരമായി നാം കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനും എന്നെ തന്നെ അവിടെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി താഴ്ത്തുന്നു. അവിടെ നോക്കുക, കർത്താവ് ഇടപെട്ടപ്പോ കർത്താവ് പറയുന്നൊരു കാര്യം, നിന്റെ ഒരു തേമാനിയായ എലീഫസിനോട് പറഞ്ഞത് എന്താ? കർത്താവ് പറയുന്നു, നിന്റെ 2 സ്നേഹിതന്മാരോടും നിന്നോടും നിന്റെ സ്നേഹിതന്മാരോടും ഒക്കെ എനിക്ക് കോപം ചൊരിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചില്ല. ദൈവത്തെ കണ്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ കേൾവി പലപ്പോഴും നമ്മളെ നിയമവാദികളാക്കാം. നമ്മൾ പറയുന്നത്, കർത്താവേ ഇന്നത്തെ വചനം എന്നെ കേൾപ്പിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എനിക്ക് അങ്ങേ ഇന്ന് കാണണം. വചനം കേട്ടിട്ട് കാര്യം, കർത്താവ് ഇന്ന് വചനം ഏതെങ്കിലും ഒരു സഹോദരനിലൂടെ ഒരു സാക്ഷ്യത്തിലൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങേ കൂടുതൽ കാണണം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഫരിസേയന്മാരായി പോകും, നമ്മൾ കഠിനഹൃദയരായി പോകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാവുന്ന വ്യക്തികളായി മാറ്റുവാനായിട്ടുള്ള ഒരാഗ്രഹമാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മളിൽ ഒക്കെ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ അത് നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂസ്, നമ്മളെ പേരൻസ് പഠിപ്പിച്ച, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച, സമൂഹം പഠിപ്പിച്ച, നമ്മൾ തന്നെ ചില തിക്താനുഭവങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത നമ്മുടേതായ ചില ബോധ്യങ്ങളാണ് നമ്മുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനസാക്ഷിയും വിശ്വാസവും എന്താ നമ്മൾ വായിച്ചേ? ദുർമനസാക്ഷി. ദൈവവചനം അതിനെ അങ്ങനെ വയ്ക്കുന്നത് ദുർമനസാക്ഷി. ഏറ്റവും ഇയ്യോബ് ചെയ്ത പ്രവർത്തികൾ, ഇയ്യോബിന്റെ യാഗങ്ങളും മോശയുടെ പ്രവൃത്തിയും ദൈവത്തോടുള്ള തീഷ്ണതയിൽ ചെയ്തതെല്ലാം ശരിക്കും എന്താണ്? ദുർമനസാക്ഷി എന്നേ ദൈവം നോക്കുമ്പോൾ കാണുന്നുള്ളൂ. കാരണം അത് ദൈവത്തിന്റെ ഹിതമല്ല. അത് നവീകരിക്കപ്പെടാത്ത മനസ്സിൽ നിന്ന് ചെയ്ത ഏറ്റവും വിശുദ്ധമായ കാര്യം പോലും ദൈവത്തിന് കറപുരണ്ട വസ്ത്രം പോലെയാണ് എന്ന് നമ്മൾ അറിയണം, നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും സഭകളിലൊക്കെ ഭിന്നതകൾ ഉണ്ടാകുന്ന എപ്പോഴാ? എങ്ങനെയാണ്? ഈ വിശ്വാസമുണ്ട്, പക്ഷെ ദുർമനസാക്ഷിയ നമ്മുടെ ന്യായബോധം, നമുക്കുള്ള ഒരു നീതിബോധം അത് വളരെ ശക്തമായിരിക്കും. കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഞാൻ അനീതിയൊന്നും ചെയ്യുന്നില്ല. ഈ ബോധ്യം നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോവുക? ദൈവത്തിന്റെ ശത്രുഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഇതൊരു വിശ്വാസ ജീവിതത്തിലെ ഒരു മർമ്മമാണ്. ഞാനത് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ പൗലോസ് അപ്പോസ്തലന്റെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ശക്തമായ ഒരു മനസ്സാക്ഷിയുള്ള ആളാണ് അദ്ദേഹം. കർത്താവിനോടുള്ള എരിവ് മൂലമാണ് ദൈവസഭയെ പീഡിപ്പിച്ചത്, അറിയാവോ? അല്ലേ? നമുക്കെല്ലാം അറിയാം. ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് ദൈവജനത്തെ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് കർത്താവിനോട് തീഷ്ണത, ഫരിസേയന്മാരിൽ ഏറ്റവും തീഷ്ണതയുള്ള ഫരിസേയനായിട്ട് അദ്ദേഹം നിൽക്കുക. അദ്ദേഹം ആ തീഷ്ണത കൊണ്ട് എന്താ പറ്റിയേ? ദൈവത്തിന് നേരെ ശത്രുഭാഗത്ത് വന്നു നിന്നു. അതുകൊണ്ട് കർത്താവ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചപ്പോ, നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, ഒന്നിന്റെ 15 15 16 നമ്മൾ വായിക്കുന്നു, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ, കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവാ. പൗലോസ് അപ്പോസ്തലനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പൗലോസിലൂടെ യേശുവിനെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചപ്പോ എന്താ സംഭവിച്ചത്? ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാർ ആയവരുടെ അടുക്കൽ ജെറുസലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലനെ എങ്ങോട്ടാ കർത്താവ് കൊണ്ടുപോയേ? തൻ്റെ ഒരു കൂട്ടായ്മയിലേക്കാണ്. കർത്താവിന്റെ, അല്ലാതെ അവിടെയുള്ള വിശുദ്ധന്മാരായ തന്നെ ശിഷ്യന്മാരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അവിടെ പോ, നീ അവിടെ നിന്ന് ശിഷ്യത്തെ എടുത്ത് അവിടെ പഠിച്ചോ, അവർ നിന്റെ ഇതുവരെയുള്ള ലേണിംഗ് എല്ലാം അൺമൈൻഡ് ചെയ്യും എന്നല്ല പറഞ്ഞേ. മറിച്ച് താനുമായിട്ടുള്ള സാന്നിധ്യം, തൻ്റെ സാന്നിധ്യത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതാ നമ്മൾ പറയുന്ന ഒരു കേൾവിയല്ല, അങ്ങയെക്കുറിച്ചുള്ള കേൾവിയല്ല എനിക്ക് ആവശ്യം. കേൾവി ഞാൻ 20 വർഷം കേട്ട ആളാണ്, പലരും 30 വർഷം 35 വർഷം കേട്ടവരാ. എന്ത് പ്രയോജനം? ആത്മീയമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തിയല്ല, സ്വയം വിധിക്കുകയല്ല, മറിച്ച് സ്വയം ചിന്തിക്കാനായിട്ട് പറഞ്ഞതാ. നമ്മൾ എവിടെ നിൽക്കുന്നു? കർത്താവ് നമ്മെ നോക്കി എന്ത് പറയും? അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശങ്ങളെല്ലാം ആ നിലയിൽ തിമോത്തിക്ക് എഴുതുമ്പോ 1 തിമോത്തി 3 ഇങ്ങനെ വായിക്കുന്നു, 3:9 അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ച് കൊള്ളുന്നവരായിരിക്കണം. നമുക്ക് അവിടെ വിശ്വാസത്തെയും മനസാക്ഷിയെയും ദൈവം
ഒന്നിപ്പിക്കുക, യോജിപ്പിക്കുക. ദൈവം പെയർ ചെയ്തിരിക്കുക. അത് വിശ്വാസവും നല്ല മനസാക്ഷിയും. പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യങ്ങളെല്ലാം അവിടെ ഫെലിക്സിന്റെ അടുത്ത് പറയും, ഞാൻ നല്ല മനസാക്ഷിയോടും വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും ജീവിച്ചു. എപ്പോഴും ഇതിനെ പെയർ ചെയ്താണ് പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞത്? അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ സൂക്ഷിച്ചു കൊള്ളണം. അത് വായിക്കുമ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷം കർത്താവ് ഇതേ സന്ദേശം നമുക്ക് തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് വരാം. ഈ വിശ്വാസവും നല്ല മനസാക്ഷിയെ പറ്റി 1 തിമോത്തിയിൽ 1:5 ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 3 ഇതാണ് പറയുന്നത്. എന്താണ് വിശ്വാസത്തിന്റെ മർമ്മം? വിശ്വാസം എന്നുള്ളത് ഒരു നല്ല മനസാക്ഷിയിൽ അതായത് നവീകരിക്കപ്പെട്ട ഒരു മനസാക്ഷിയിൽ വേണം. ഈ വിശ്വാസം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഈവിൾ മനസാക്ഷി അല്ലെങ്കിൽ ദുർമനസാക്ഷി ആയിട്ട് നമ്മൾ വിശ്വാസ ജീവിതം മുമ്പോട്ട് പോയാൽ എന്താ സംഭവിക്കുക? അത് താഴെ പറയുന്നുണ്ട്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അപ്പൊ വിശ്വാസക്കപ്പൽ തകർന്നു പോയത് എങ്ങനാ? ഈ ദുർമനസാക്ഷി രൂപാന്തരപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുവാനായിട്ട് അവർ കർത്താവിനെ അന്വേഷിച്ചില്ല. വിശ്വാസത്തിൽ വീണുപോയതല്ല അവർ ദുർമനസാക്ഷി, അവരുടെ പ്രവൃത്തികൾ, അവരുടെ വിശ്വാസത്തിൽ അവരെടുത്ത സ്റ്റെപ്പുകൾ സ്വന്തം മനസാക്ഷിയുടെ ശബ്ദം കേട്ട്, സ്വന്തം നീതിബോധത്തിൽ, സ്വന്തം ധാർമ്മിക ബോധ്യത്തിൽ, ലോകത്തിന്റെ മൂല്യങ്ങൾ വെച്ച് ഈ വിശ്വാസ ജീവിതം കൊണ്ടു നടക്കുന്ന ഏതൊരുവന്റെയും ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു അപകടത്തെ പറ്റി പറഞ്ഞ് എന്നിട്ട് പറയാം, ഹ്യൂമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ 1 അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 1:3 ഇങ്ങനെ വായിക്കുന്നുണ്ട്. അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫേസസിൽ താമസിക്കണം എന്ന് പറയാ. തിമോഥെയോസിന് കൊടുക്കുന്ന ഒരു ആജ്ഞയാണ്. എന്നിട്ട് പറയാ, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പൊ ആ സ്നേഹം ഉണ്ടാണെങ്കിൽ എന്തൊക്കെയാ വേണ്ടേ? കർത്താവ് നമ്മെ സ്നേഹിച്ച പോലെ സ്നേഹം നമ്മൾ രൂപപ്പെടണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ. അതിന് കർത്താവിനാൽ കഴുകപ്പെട്ട ഒരു ഹൃദയം, ഒരു ശുദ്ധ ഹൃദയം ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു ശുദ്ധ നല്ല മനസാക്ഷി. നമ്മൾ മുമ്പേ പറഞ്ഞ ദുർമനസാക്ഷിക്ക് നേരെ ഘടകവിരുദ്ധമായി നിൽക്കുന്ന, ദൈവം അല്ലെങ്കിൽ വിശദീകരിച്ച, ദൈവം നമ്മളെ രൂപാന്തരം ചെയ്ത ആ പുതിയ ഹൃദയം, പുതിയ മനസാക്ഷി. എന്നിട്ട് പറയാ, എന്താ അതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി നമ്മൾ കണ്ടു. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ആയിരിക്കുവാൻ ഇച്ഛിക്കുന്നു. അപ്പൊ ഈ ദുർമനസാക്ഷിയും വിശ്വാസം കൂടെ ഒന്നിച്ചു പോയുള്ള അപകടം എന്നറിയോ? അവരായിരിക്കും ഏറ്റവും വലിയ ക്രിട്ടിക്സ്. സഭയിൽ നടക്കുന്ന കാര്യങ്ങളെയല്ല, ഇതങ്ങനെയല്ലല്ലോ നടക്കേണ്ടത്. കാരണം അവര് രൂപാന്തരം ചെയ്യാത്ത അല്ലെങ്കിൽ ദൈവം ആ നിലയിൽ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാത്തൊരു മനസ്സാ. തങ്ങളുടേതായ ലോകമൂല്യങ്ങളിൽ ആ ബോധ്യങ്ങളിൽ നിലനിന്ന് കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് ഇല്ലാതെ ഒന്നും സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ദുർമനസാക്ഷി അവര് ആ നിലയിൽ മനസ്സ് പുതുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാത്തവരുടെ അവസ്ഥയാണിത്. അവരിപ്പോഴും അതുകൊണ്ട് നമ്മളെ തന്നെ ഇപ്പോഴും ജഡ്ജ് ചെയ്യുന്നവരാണോ? നമ്മളെ തന്നെ അല്ല, സ്വയം സഭയെ അല്ലെങ്കിൽ മറ്റുള്ളവരെ, ആ സഹോദരനെ, ഈ സഹോദരി, ആ സഹോദരിയെ വിധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അപകടത്തിലാണ്. നമ്മൾ ഈ ദുർമനസാക്ഷി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോയിട്ടില്ല. നമ്മളൊരു ഭയത്തോടെ, ആവശ്യബോധത്തോടെ ഇത് ഇന്ന് കേട്ടിരുന്നെങ്കിൽ ഞാനും അത് ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകും. പൗലോസ് അപ്പോസ്തലൻ അവിടെ ഫിലിപ്പി ലേഖനത്തിൽ അത് പറയുന്നുണ്ടല്ലോ. ഫിലിപ്പി ലേഖനത്തിൽ 9-ാം വാക്യം 3:9, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചവനിലിരിക്കണം. ഈ ദൈവനീതി ആയിരിക്കണം എൻ്റെ മനസാക്ഷിയുടെ ആ ഒരു എല്ലാം. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഇതേപ്പറ്റി തിരിച്ചറിവുള്ളതുകൊണ്ട് അദ്ദേഹം എല്ലാ ലേഖനങ്ങളിലും അതേപ്പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. ആജ്ഞയുടെ ഉദ്ദേശം ഇതാണ്. നീ അവിടെ അല്ലെങ്കിൽ അവരൊക്കെ വൃഥാ തർക്കത്തിലും വാദത്തിലും പാരമ്പര്യങ്ങളുടെ വിശ്വാസത്തിലെ പാരമ്പര്യങ്ങളും, ആ സഭയെ കുറ്റം, ഈ സഭയെ കുറ്റം, നമ്മളെ കാണാതെ ബാക്കിയുള്ളവരെല്ലാം ജഡ്ജ് ചെയ്യും. സഭയ്ക്ക് ഉള്ളിലെ വാദം ഉണ്ടാക്കും.
അത് ശരിയല്ല, ഇങ്ങനെ വേണമായിരുന്നത് ചെയ്യാൻ. നമ്മെ തന്നെ കാണാതെ വിധിക്കുന്നവർ, അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. കാരണം അവരുടെ മനസാക്ഷി ശുദ്ധമായിരുന്നില്ല. അത് ഇനി മത്തായിലേക്ക് വരാം. മത്തായി 9-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കർത്താവ് പറഞ്ഞു, 9-ാം അധ്യായത്തിൽ 17-ാം വാക്യം, അല്ലെങ്കിൽ 15 തൊട്ട് വായിക്കാം, 16 തൊട്ട് വായിക്കാം. കോടി തുണിക്കണ്ടം, അല്ലെങ്കിൽ അതിന് മുമ്പേക്ക് എന്താ അതിന്റെ പശ്ചാത്തലം നോക്കിയാലല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ വായിക്കാം, അതിന്റെ 9 തൊട്ട് വായിക്കാം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട്, ഇവിടെ തൊട്ട് തുടങ്ങുന്നത്, അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടപ്പോൾ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിൽ എത്രയോ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രയോ വിളിക്കാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് യോഹന്നാൻ, അപ്പോൾ അടുത്ത കൂട്ടർ വഴി യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത്? അവിടെ കർത്താവ് പറയാം, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, മണവാളൻ കൂടെയോടൊപ്പോ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയുകയില്ല. നമുക്ക് ഈ ജഡ്ജ്മെന്റ്, അവർ രണ്ട് കൂട്ടരും വന്ന എങ്ങനെയാ? യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ പറ്റി ഒരു പരാതിയുമായിട്ട് നമ്മൾ എങ്ങനെയാ തിമോത്തിയോസിൽ വായിച്ചത്? അവര് ഇങ്ങനെയുള്ള വൃഥാ തർക്കങ്ങൾ, അവർക്ക് എപ്പോഴും ജഡ്ജ്മെന്റ് ഉണ്ടാവും. കാരണം അത് പഴയ നിയമത്തിന് കീഴിൽ ജീവിച്ചവരാ. നമുക്ക് അവരെ കണ്ട് നമുക്കൊരു എക്സ്ക്യൂസ് ഒന്നുമില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരും അതെ, ഫരിസേയന്മാരും അതെ. ഇന്ന് നമുക്കത് പറയാനൊക്കത്തില്ല, നമുക്ക് ആ എക്സ്ക്യൂസ് കിട്ടുകയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായി തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിൽ പകരാറുമില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. നമുക്ക് ഈ ഒരു വിശ്വാസ ജീവിതത്തിലോട് ചേർത്ത് നമുക്ക് തിമോത്തിയിൽ നമ്മൾ വായിച്ച ആ ഭാഗം കൊണ്ടൊന്ന് വായിക്കാം. ഈ രണ്ട് കാര്യങ്ങളെ നമുക്കൊന്ന് കൂട്ടിച്ചിന്തിക്കാം. 3-ന്റെ നമ്മൾ തിമോത്തിയിൽ വായിച്ച അത് 3-ന്റെ 9 എന്താണ്? തിമോത്തി 3-ന്റെ 9 നമ്മളിങ്ങനെ വായിച്ചു. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളണം. ഇവിടെ എന്താ വിശ്വാസമാണ്? ആ വീഞ്ഞ് തുരുത്തിയതാ മനസ്സാക്ഷി, നല്ല മനസ്സാക്ഷി. അവിടെ കർത്താവും അതാ പറയുന്നത്, നിങ്ങൾ ഈ ജഡ്ജ്മെന്റലായിട്ട് പറയുമ്പോൾ അവിടെ ആ ഒരു ഉപമയുടെ മറ്റൊരു മാനമാണ് ഞാൻ പറഞ്ഞത്. പല ഒരു ദൈവജനത്തിന് പല മാനങ്ങളുണ്ട്, പല ഡയമെൻഷൻസ് ഉണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. പുതിയ വീഞ്ഞ് ഈ ഒരു വിശ്വാസത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ ആ വലിയ ആ മർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ വചനം, അതിലുള്ള വിശ്വാസം. പക്ഷെ അത് നിർമ്മല മനസാക്ഷിയോടുകൂടെ നമ്മൾ ദൈവം അതിനെ യോജിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പോളിന്റെ ജീവിതത്തിൽ നമുക്ക് പലയിടത്തും കാണാം ഈ ഒരു വിശ്വാസം, നല്ല മനസാക്ഷിയോടെ ജീവിക്കുന്ന കാര്യങ്ങളെല്ലാം. ഞാനതിലേക്ക് പോകുന്നില്ല. നമുക്കിപ്പം ആവശ്യത്തിന് ദൈവവചനത്തിൽ നിന്നും ആ പൗലോസ് അപ്പോസ്തലൻ അത് എത്രമാത്രം ഗൗരവത്തോടെ കണ്ടു എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ പത്രോസിന്റെ ലേഖനത്തിൽ നിന്നൊരു കാര്യം വായിക്കാം. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3-ന്റെ 16 അതെ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നത് ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. നമുക്ക് അവിടെ നല്ല മനസ്സാക്ഷി, ദുർമനസ്സാക്ഷിക്ക് പകരം കർത്താവ് പുതുക്കിയ പരിവർത്തനം ചെയ്യപ്പെട്ട ദൈവവചനത്താലും ശുദ്ധജലത്താലും തളിക്കപ്പെട്ട് ദൈവവചനത്താൽ കർത്താവിന്റെ രക്തത്താൽ ക്ലൻസ് ചെയ്യപ്പെട്ട് ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട നമ്മുടെ പഴയ ധാരണകളും മൂല്യബോധങ്ങളും ഒക്കെ നീങ്ങിപ്പോയിട്ട് കർത്താവിന്റെ ഈ പുതിയ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, 21-ാം വാക്യം,
അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനത്തിൽ നമ്മെ രക്ഷിക്കുന്നു. നോക്കുക, അപ്പോൾ സ്നാനത്തിന്റെ മറ്റൊരു ഡയമെൻഷനാണ് പറഞ്ഞത്. സ്നാനം എന്ന് പറയുന്നത് വിശ്വാസ സ്നാനം, നമുക്കറിയാം. വിശ്വാസ സ്നാനം അവിടെ നമ്മൾ എന്തും കൂടെ വേണം. അവിടെ നല്ല മനസ്സാക്ഷിക്ക് വേണ്ടി ഒരു അപേക്ഷ കൂടിയായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം ഇത് രണ്ടും ഒന്നിച്ച് പോകണം. നമ്മളെന്താ വിശ്വാസ സ്നാനം എന്നാ പറയുന്നത്? വിശ്വാസ സ്നാനത്തിന്റെ ഒപ്പം തന്നെ നല്ല മനസാക്ഷിക്കായിട്ടുള്ള നിലവിളി, ഒരു ആവശ്യബോധം, ഒരു ക്രൈം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ. ഈ നാളുകളിൽ നമുക്ക് ഹിബ്രായ ലേഖനം വീണ്ടും അതിൽ നിന്നൊരു വാക്യം ചിന്തിക്കാം. ഹിബ്രായ ലേഖനം 9-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്ന കർത്താവിനെ കുറിച്ച് 14-ാം വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ നമുക്ക് മനസ്സാക്ഷിയുടെ ശുദ്ധീകരണത്തെ പറ്റി കർത്താവിനെ മുൻപിൽ ഒരു മാതൃക കാണിക്കുക. അതെങ്ങനെയാ സാധിച്ചത്? നമ്മൾ എന്തിലേക്കാണ് വരുന്നത്? ഒരു സൊല്യൂഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവിടെ പരിഹാരവും അവിടെ പറയുന്ന നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ നമുക്ക് കർത്താവിന്റെ രക്തം മാത്രം മതിയോ? അല്ല. കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും ശുദ്ധീകരിക്കും, നമ്മളെ കഴുകി ശുദ്ധരാക്കും. അപ്പോൾ തന്നെ നിത്യാത്മാവിനാൽ, പരിശുദ്ധാത്മാവിന്റെ ആ കഴുകൽ, പരിശുദ്ധാത്മാവിന്റെ ആ നമ്മുടെ മനസാക്ഷിയുടെ പുതുക്കം, എന്തിൽ നിന്നൊക്കെയാ? നിങ്ങളുടെ മനസ്സാക്ഷിയെ, നമ്മുടെ പഴയ മനസ്സാക്ഷിയെ, നമ്മുടെ പഴയ മൂല്യബോധങ്ങളെ, ലോകത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ഇതുവരെയുള്ള ധാരണകൾ, അത് അവിടെ നമ്മളെല്ലാം നമ്മുടെ ആ ഫരിസേയത്വമാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആ വ്യഭിചാരിണിയെ ന്യായം വിധിക്കുമ്പോൾ ആ ഫരിസേയരും ആ ജനവും വന്ന് കൂടിയവരെല്ലാം പറഞ്ഞു, ഇവിടെ കല്ലെറിയണം. മോശയുടെ പ്രമാണത്തിൽ എന്താ പറയുന്നത്? ടെക്നിക്കലി പെർഫെക്റ്റ്, ഒന്നും വല്ല തെറ്റ് പറയാനുണ്ടോ? കൃത്യ നിയമമാണ് പറഞ്ഞത്. അവിടെ അവർക്ക് കർത്താവിനെ അറിയില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തെ വെളിപ്പെടുത്തിയത് യേശു കർത്താവാന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. എങ്ങനെ വെളിപ്പെടുത്തി? ഞാനും നിന്നെ വിധിക്കുന്നില്ല. കരുണയുടെ, സ്നേഹത്തിന്റെ, വീണ്ടെടുപ്പിന്റെ ഒരു കർത്താവ് അവിടാണ് നമുക്ക് കാണിച്ചു തന്നത്. ആ ആത്മാവിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം, ശക്തി നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നിന്ന് 40 വയസ്സുള്ള മോശയല്ല നമ്മൾ അനുകരിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും അനുകരണീയമായി ഇന്ന്. പക്ഷേ അതിനുശേഷമുള്ള 80 വയസ്സുള്ള മോശയുടെ ആ താഴ്മ, നുറുക്കം, നിസ്സഹായത, ആ ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ്, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് കർത്താവിന് നമ്മളൊരു പണി ചെയ്യാൻ കഴിയുക. അവിടെയാണ് 80 വയസ്സായ മോശയോട് തന്നെ പറഞ്ഞു, ഇനി നീ പോവുക, എനിക്ക് വേണ്ടി നീ പോയാൽ മതി, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കിത് നമ്മളെ ജീവിതത്തെ വെല്ലുവിളിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ സ്വയം എത്ര വലിയ വിശ്വാസത്തിലും നമ്മൾ ചെയ്തെടുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അബദ്ധങ്ങളാണ്, നിർജീവ പ്രവൃത്തി, ഡെഡ് വർക്ക്സ് എന്നാ ബൈബിൾ തന്നെ വിളിക്കുന്നത്, ഡെഡ് വർക്ക്സ്. നമുക്ക് ശേഷം ഈ ലോകത്തിൽ നിന്ന് മുകളിലേക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു മൂല്യവും ഇല്ലാത്ത കാര്യങ്ങളായിട്ട് തീരും. എത്ര വലിയ പ്രവൃത്തിയും പലപ്പോഴും വിശ്വാസികൾ, ഞാൻ എൻ്റെ ആദ്യകാലം ഓർക്കുന്ന വിശ്വാസ ജീവിതത്തിൽ മണ്ടത്തരങ്ങളെ കാണിക്കൂടായിരുന്നു. എല്ലാം എടുത്ത് ചാടി ദൈവം, എല്ലാവരും സ്നേഹമാണ്. നമ്മൾ സ്നേഹത്തിൽ കാണിക്കുന്നല്ല ഒരു ആളെ വഷളാക്കുന്ന കാര്യങ്ങൾ, അവരൊക്കെ പലരും പിന്മാറിപ്പോകാൻ തന്നെ ഇടയായിട്ടുണ്ട്. നമ്മുടെ അധിക സ്നേഹം, പല രീതിയിലും ജ്ഞാനമില്ലാത്ത സപ്പോർട്ടുകളും ഒക്കെ, അതൊക്കെ മാനസാന്തരപ്പെടേണ്ട പാപമാണ്. നമുക്ക് ജ്ഞാനികളായിരിക്കാം. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് 21-ാം വാക്യം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. 22-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പോണെങ്കിൽ, കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ, ഈ ദുർമനസാക്ഷി നീങ്ങി ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായിട്ട് ജീവിക്കണമെങ്കിൽ, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ, കർത്താവിന് എന്നിൽ അവനെ വെളിപ്പെടുത്താനായിട്ട് മനസ്സാകണമെങ്കിൽ, എൻ്റെ ഈ ദുർമനസാക്ഷി മാറി ആ നവീകരിക്കപ്പെട്ട മനസാക്ഷി, നല്ല മനസാക്ഷി എനിക്കുണ്ടാവണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഉടനെ പറയുന്നു, അവരുടെ മേലെ ഊതി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ. എന്നെ അങ്ങ് കൊടുക്കാൻ ഞാൻ അവിടെ വെച്ച് ഒരു ആവശ്യബോധത്തോടെ നമ്മൾ ഒരു തിരിച്ചറിവുണ്ടാവണം. അത് പത്രോസിലെ പരാജയം അവിടെ സംഭവിക്കണം. 21-ാമത്തെ അധ്യായത്തിൽ അത് കൊടുത്ത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ, ആ 21-ാമത്തെ അധ്യായത്തിൽ
ദൈവത്തിന് പത്രോസിനെ ഉടയ്ക്കണമായിരുന്നു അത് കൊടുക്കണമെങ്കിൽ. പ്രിയപ്പെട്ടവർ, ഇന്ന് പരിശുദ്ധാത്മാവിനെ ആ നിലയിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരു കാരണവും പുറത്ത് അന്വേഷിക്കേണ്ട. നമ്മുടെ ജീവിതം ആ നിലയിൽ തകരപ്പെട്ടിട്ടില്ല. കർത്താവിന് നമ്മളെ ഇപ്പോഴും തന്നെ ഏൽപ്പിച്ചു തരാനായിട്ട് നമ്മൾ പാകപ്പെട്ടിട്ടില്ല. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 22-ന്റെ 29-ഉം 30-ഉം വായിക്കാം. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. എങ്ങനെയാ നിയമിച്ചു തന്നെ? എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ തന്നതുപോലെയാ കർത്താവ് പറയുന്നേ. ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. 30-ാം വാക്യം പോലെ, നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയങ്ങൾ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. അത് നമുക്ക് ദൈവവചനത്തിൽ നിവൃത്തി പല ഘട്ടങ്ങളായ ശിഷ്യന്മാരോട് പറഞ്ഞത്, അല്ലെങ്കിൽ 2000 വർഷത്തെ വാഴ്ചയ്ക്കായിട്ട് കർത്താവ് വരുന്ന ആ സമയത്തെ പറ്റിയാണ് പറഞ്ഞത്. അത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാകുമ്പോൾ തന്നെ ഇന്ന് ദൈവരാജ്യത്തിലാണ് നമ്മൾ ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മക്കള്, ദൈവം ഭരിക്കുന്ന, ദൈവം നിയന്ത്രിക്കുന്ന, ദൈവം സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമാണ് നമ്മളെല്ലാം. അപ്പൊ അവിടെ ഇന്ന് നമ്മൾ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുമ്പോൾ, ഇന്ന് കർത്താവ് നമുക്ക് സമ്പാദിച്ചു തന്ന വലിയ സമ്പാദ്യത്തിന്റെ ഓർമ്മ നമ്മളിവിടെ പുതുക്കുമ്പോൾ, ദൈവരാജ്യത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രത്തോടെ സ്നേഹത്തോടെ നമ്മൾ ഈ അപ്പം നുറുക്കിൽ നിന്നും പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ നവീകരിക്കപ്പെടേണ്ട ഒരു മനസ്സിനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വായിച്ച ആ വാക്യം അവരെല്ലാവരെയും അറിഞ്ഞിരുന്നുകൊണ്ട്, മനുഷ്യനുള്ളത് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മളെക്കുറിച്ച് പറയുകയില്ല. മറിച്ച് എനിക്ക് വേണ്ടി നീ പോവുക, എനിക്ക് നിന്നിലൂടെ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. പ്രിയപ്പെട്ട നമുക്കെല്ലാം ഓരോരുത്തർക്കും ആ നിലയിൽ ആഗ്രഹിക്കുക. നമുക്ക് ചുരുക്കമായിട്ട് എന്താണ് നമ്മൾ കേട്ടത്? നമ്മോട് ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ താഴ്ത്തുക. ഒരാവശ്യബോധം, കർത്താവേ, കേവല വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യമല്ല, മറിച്ച് വിശ്വാസത്തോടൊപ്പം അങ്ങ് ചേർത്തിരിക്കുന്ന ആ നല്ല മനസ്സാക്ഷിയെ പുതുക്കപ്പെട്ട എൻ്റെ ജീവിത മൂല്യങ്ങളിൽ നിന്നും എൻ്റെ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ സ്വരൂപിച്ച് ഞാൻ വെച്ചിരിക്കുന്ന മനസ്സാക്ഷി, അതല്ല കർത്താവേ, അത് നീങ്ങിപ്പോണം. ദുർമനസാക്ഷി നീങ്ങിപ്പോണം കർത്താവേ. എനിക്ക് അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായിട്ട്, അവിടുത്തെ വചനത്തിലൂടെ നിർമ്മലജലത്താൽ എന്നെ കഴുകി എന്നെ ശുദ്ധിയുള്ളവനാക്കി, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ പൂർണ്ണമായിട്ടും രൂപാന്തരം ചെയ്ത് അവിടുത്തെ ആ ശുദ്ധ മനസാക്ഷിയുള്ളവനായിട്ട്, കർത്താവിൻ്റെ ഹൃദയം അറിയുന്നവനായിട്ട്, കർത്താവിനെ കാണുന്നവനായിട്ട്, ലോകത്തിന്റെ ന്യായപ്രമാണങ്ങൾക്കെതിരെ കർത്താവെ, എനിക്ക് അവരോട് മറുപടി ഒന്നുമില്ലെങ്കിലും എനിക്കൊരു മറുപടിയുണ്ട്, കർത്താവിൽ നിന്ന്, ദൈവത്തിൽ നിന്നുള്ള മറുപടി. ഓരോ സിറ്റുവേഷന്റെ മുമ്പിൽ കർത്താവെ, അവിടുത്തെ മനസാക്ഷി തന്നെ കൈയാളുന്നവനായിട്ട്, ആരെയും വിധിക്കുന്നവനായിട്ടല്ല, മറിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട്, ഈ ഒരു നമ്മളിൽ നിന്നുള്ള ഈ പഴയ മനസാക്ഷിയെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തിന്റെ ആ സ്വഭാവത്തിന് അനുരൂപമായ പുതിയ മനുഷ്യനെ ധരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരിലും തന്നെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ഓരോരുത്തരും, ഓരോ വ്യക്തി, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരിലും, ഓരോ കുഞ്ഞുങ്ങളിലും, ഓരോ സഹോദരന്മാരിലും, ഓരോ ചെറുപ്പക്കാരിലും തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, കർത്താവിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവ്. നമുക്ക് ധൈര്യത്തോടെ ഇന്ന് ദൈവസിംഹാസനത്തിന്റെ അടുത്ത് വന്ന് പറയാൻ, കർത്താവേ, ഒരു മനസാന്തരം എനിക്ക് ആവശ്യം, എന്നെ സഹായിക്കണം. എൻ്റെ വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്നത് എൻ്റെ അവിശ്വാസത്തെക്കാൾ ഉപരി ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ ദുർമനസാക്ഷിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ്, കർത്താവേ, എന്നെ എത്രയും വേഗം മനസ്സ് പുതുക്കി എൻ്റെതായ ധാരണകളും മുൻവിധികളും ഒക്കെ നീങ്ങിപ്പോകട്ടെ കർത്താവേ. അവിടുത്തെ ആജ്ഞയാല് എന്നെ ശുദ്ധീകരിക്കണം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം സ്നേഹമാണ്. ഞാനിത് പറഞ്ഞത് ഡിസ്കറേജ് ചെയ്യാനല്ല. നമുക്കൊരു പ്രത്യാശയോടെ ഓടി ചെന്ന്, കർത്താവേ, ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ തെറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് അവസരമുണ്ട്. ഇപ്പോൾ കർത്താവ് കാത്തിരിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും. നമുക്ക് ആ മുടിയനായ പുത്രന്റെ ഉപമയിലൂടെ കർത്താവ് കാത്തിരിക്കുക നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ആമേൻ.